ചലച്ചിത്രമായ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്ന ചിത്രത്തിന്റെ നാടകാവിഷ്കരണവുമായി വന്നിരിക്കുകയാണ് ദീപൻ ശിവരാമനും സംഘവും. തന്റെ നാടക പ്രവർത്തനത്തെക്കുറിച്ചും നാടകത്തിലെ പുതിയ പരീക്ഷണങ്ങളെക്കുറിച്ചും കേരളത്തിലെ നാടകത്തിന്റെ അവസ്ഥയെക്കുറിച്ചും സംസാരിക്കുകയാണ് ദീപൻ ഡൂൾ ടോക്കിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറിയെ കുറിച്ച്. വൈ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി? ഒരു നാടകം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വളരെ സൂക്ഷിച്ചാണ് പലപ്പോഴും മൂലകൾ തിരഞ്ഞെടുക്കുക. എൻ്റെ മിക്കവാറും പല നാടകങ്ങളും ചെയ്തിട്ടുള്ളതിനൊക്കെ കാരണമായിട്ടുള്ള മൂലകൃതി വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോവലുകളും സാഹിത്യകൃതികളായിരുന്നു. ഉദാഹരണത്തിന് ഗസാക്കിൻ്റെ ഇതിഹാസം തന്നെ ഇസ് വൺ ഓഫ് ദി ഫൈൻ എക്സാമ്പിൾ. അതുപോലെ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേഴ്സ്, അല്ലെങ്കിൽ ഹെൻറി കിബ്സൺ, ജോൺ സെറമാഗോ, അല്ലെങ്കിൽ വില്യം ഗോൾഡിംഗ്, ജാരി, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് ആൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദീസ് വർക്ക്സ് ആർ നോബൽ പ്രൈസ് വിന്നിംഗ് വർക്ക്, ഈവൻ ഇൻക്ലൂഡിംഗ് ഹെർമൻ ഹെസ്സെ's സിദ്ധാർത്ഥ, which I wrote and Jyotishanji directed earlier. So I am very keen to work with a very fine literature. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് ഈ വെരി ഫൈൻ ആയിട്ടുള്ള ലിറ്ററേച്ചർ നമുക്ക് ഒരുപാട് വലിയ പോസിബിലിറ്റി തരും. ഇപ്പോൾ ഗസാക്ക് പോലത്തെ ഒരു വളരെ ഫൈൻ ആയിട്ട് ലിറ്ററേച്ചർ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് നമ്മളൊരു തിയേറ്റർ മേക്കറിനെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യും. ഐ ലൈക്ക് ദാറ്റ് ചലഞ്ച്. I have really like it, അപ്പോൾ കാലിഗരി എന്നുള്ള സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് when I was 19 years old, I think, long way back, it's about 25 years back. അപ്പോൾ ആ സമയത്ത് ഇത് കണ്ടതിന് ശേഷം I always been huge admirer of this film and German expressionism in general. I quite like Robert work and the similar kind of film that came out the similar time of Germany. അപ്പോൾ അങ്ങനെ ഒരു മെറ്റീരിയൽ I always thought I should one day should do something with this. Okay, അതിപ്പോൾ ഇത് സംഭവിച്ചത് ആക്ച്വലി 3 വർഷം മുമ്പാണ്. അതെ, 2015 ഇത് ഞാൻ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ, അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെ പെർഫോമൻസ് സ്റ്റഡീസ് സ്റ്റുഡൻസിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സ്പേസ് ആൻഡ് സ്പെക്ടേറ്റർഷിപ്പ് എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇടം, സ്പേസും കാഴ്ചയും, നമ്മുടെ കാഴ്ചയും ഈ ഇടവും തമ്മിലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ബന്ധമുണ്ട്. അത് തിയേറ്ററിന് അധികം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും തിയേറ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ സാഹിത്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മൾ തിയേറ്റർ നടക്കുന്നത് സ്പേസിലാണ്. ഒരു ഇടത്ത് ആളുകൾ കൂടിയിരുന്നുകൊണ്ട് നാടകം ചെയ്യുന്ന ആളുകളും കാഴ്ചക്കാരും തമ്മിൽ നടക്കുന്ന ഒരു സംവാദം, ഒരു വിനിമയമാണ് ആക്ച്വലി തിയേറ്റർ എന്ന് പറയുന്നത്. ഈ ഇടം എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസിനെ ഒരു വളരെ സെൻട്രൽ ആയിട്ടുള്ള കാരണമായി തീരുന്നത് എന്നാണ് എൻ്റെ ആ കോഴ്സിൻ്റെ ഇതാണ് അവിടേക്കാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം അന്ന് ചെയ്തിട്ടുള്ളതാണ്, 3 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ആണ്. അപ്പം അതിനുശേഷം നമ്മൾ വീണ്ടും റീപ്രൊഡ്യൂസ് ഉണ്ടായിരുന്നു. വീണ്ടും അത് ബാംഗ്ലൂരിലുള്ള നെക്കാബ് ബ്ലൂ ഓഷൻ തിയേറ്റർ, പ്രകാശ് ബാരയൊക്കെ ലീഡ് ചെയ്യുന്ന ആ ഗ്രൂപ്പുമായിട്ട് കൊളാബറേഷനോടെയാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അതിനൊരു രാഷ്ട്രീയമുണ്ട് ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരിക്ക്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടുള്ളത് 1970 ഉണ്ടായ സമയത്ത് അന്ന് ജർമ്മൻ സൊസൈറ്റിയിൽ ഭയങ്കര നാഷണലിസ്റ്റ് ഒരു ഫിനോമിനൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു ജർമ്മനിയിൽ. ആ ഭയങ്കരമായിട്ടുള്ള ബിറ്റർ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എനിമിറ്റി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിനോട് ഉണ്ടാവുകയും ഈ നാഷണലിസ്റ്റ് അജണ്ട മുന്നോട്ട് വരികയും അങ്ങനെയാണ് നാസി പാർട്ടി ഉണ്ടാവുന്നത് ജർമ്മനിയിൽ. അതിനെ ഹിറ്റ്ലർ ലീഡ് ചെയ്യുകയും അത് പിന്നെ ഒരു ഭയങ്കരമായ ഭൂരിപക്ഷത്തോടെ അവർ ഭരണം പിടിക്കുകയും പിന്നെ എവരിത്തിങ് ഈസ് ഹിസ്റ്ററി. അപ്പോൾ ഇന്ത്യയിൽ ഒരു പുറണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ അവസ്ഥയിൽ ഐ തോട്ട് ദ സിമിലർ കൈൻഡ് ഓഫ് ഫോർമേഷൻ ഈസ് ഹാപ്പനിങ്. ഭയങ്കര എനിമിറ്റിയുള്ള ഭയങ്കര ബിറ്ററായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പോസിഷൻ കടന്നു വരികയും അതിന് ഭയങ്കര അത്ഭുതകരമായിട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള മാസ് സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്തു. അത് വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം, അതിന് എങ്ങനെയാണ് ഇത്രയും അധികം ഒരു രാഷ്ട്രീയയുടെ സപ്പോർട്ട് ഉണ്ടാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയിൽ മാത്രം കാര്യമല്ല, ലോകത്തെ എല്ലായിടത്തും. ഇപ്പൊ അമേരിക്കയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പോലുള്ള ഒരു നമ്മൾ സാധാരണ ആളുകൾ ക്ലൗണിഷ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനായിട്ട്, വളരെ സില്ലി ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ നമ്മൾ തോന്നുന്ന ഒരാൾ എങ്ങനെയാണ് അയാൾ എല്ലാവരും ഓവർകം ചെയ്തുകൊണ്ട് ഒരു മാസ് ലീഡറായിട്ട് വരുന്നത്? Everywhere, England, Brexit, enmity-ആണ്. We don't want to work with anybody. We want ourselves, our nation, our culture, our Britishness എന്ന് പറയുന്ന അത്. ജർമ്മനി, പോളണ്ടിൽ എക്സ്ട്രീം കാത്തലിക് പാർട്ടി, അതുപോലെ റൈറ്റ് വിങ് പാർട്ടി ഭരണത്തിൽ വരുന്നു. എങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അക്രോസ് ദ വേൾഡ്, ഈവൻ ബ്രസീൽ റീസെന്റ്, ഇതൊരു റൈറ്റ് വിങ് ആയിട്ടുള്ളൊരു എക്സ്ട്രീം നാഷണലിസ്റ്റുകളുടെ ഒരു അപ്രൈസിങ്ങിന്റെ സമയമാണ്.
അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയിലുള്ള ഈ മോഡിയുടെയും ഇവിടുത്തെ ഒരു സംഘപരിവാറിന്റെ ഒക്കെ ഒരു വരവിനെ ഞാൻ കാണുന്നത്. അത് എത്ര സമയം നിലനിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് എല്ലാ കാലത്തും ഒരു ചരിത്രത്തിന്റെ പ്രത്യേക സമയത്ത് ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഇസ് എ ടൈം, ദിസ് ഇസ് ഹാപ്പനിങ്, യുനോ. അപ്പോൾ അങ്ങനെ സമയത്ത് വി ആസ് ആർട്ടിസ്റ്റ്, യുനോ, വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു കമന്റ് ഓൺ ഇറ്റ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിനകത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ, ദേ ആർ നോട്ട് വെരി പൊളിറ്റിക്കൽ. ഐ ഫീൽ പേഴ്സണലി, യുനോ, Indian artists are not very political. Filmmakers are hardly there are political filmmakers. But generally we see Bollywood is the Indian film, you know. They just want to be with the establishment, you know. തിയേറ്ററിനകത്താണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ വളരെ വളരെ ചുരുക്ക സമയത്താണ് ഒരുപാട് പൊളിറ്റിക്കലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പൊസിഷനെ മുന്നിട്ട് വയ്ക്കുന്ന തിയേറ്റർ മേക്കേഴ്സിന് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തിയേറ്റർ മേക്കേഴ്സ് ആർട്ടിസ്റ്റുകളൊക്കെ വളരെ സേഫ് ആണ് നമ്മുടെ നാട്ടിൽ. ബിക്കോസ് they know how to move their space around. They don't make art generally in dealing with such an issue. But Brecht ഒക്കെ റെസിസ്റ്റബിൾ റൈസ് ഓഫ് ആർത്രോയി ചെയ്തിട്ടുള്ള ഒരു ബ്രെക്റ്റ്, അത് ഹിറ്റ്ലറുടെ കമന്റ് ആണ്. റെസിസ്റ്റബിൾ ഓഫ് റൈസ് ഓഫ് ആർത്രോയി ചെയ്തിട്ട് ബ്രെക്റ്റിന് ഓടിപ്പോണ്ടി വന്നു ജർമ്മനിയിൽ നിന്ന്. അല്ലെങ്കിൽ ചാപ്ലിന് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നുള്ള സിനിമ ഉണ്ടാക്കിയിട്ട് ഇറ്റ്സ് ഡയറക്ട്ലി അറ്റാക്ക് ഓൺ ഹിറ്റ്ലർ. ഹി കുഡ്ന്റ് സ്റ്റേ ഇൻ ജർമ്മനി. ബോത്ത് ഓഫ് ദം German filmmaker and theatre maker. There are two fine examples I'm talking about. Do we have anything as such a statement? I doubt so. അപ്പോൾ ആ തരത്തിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആർട്ടിസ്റ്റ് ലൈക്ക് മീ ഹു ആക്ച്വലി വർക്ക് ഇൻ എ കണ്ടംപററി ടൈം, ഗോയിങ് ത്രൂ എ വെരി ട്രബിൾഡ് ടൈം. You can be killed, if you're raising your voice, whether you're a journalist or writer or artist or philosopher, or you support anything that stands for some sort of sanity. You could be actually called as a terrorist or a anti-national or could be killed. അപ്പോൾ ആ ഒരു പൊസിഷനകത്ത് കാലിഗരി ആക്ച്വലി പുട്ടിംഗ് ഫോർവേഡ് എ വെരി സ്ട്രോങ് പൊളിറ്റിക്കൽ പ്രൊപ്പോസിഷൻ. ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി എന്ന സിനിമ ഹൊറർ സിനിമകളുടെ ആദ്യത്തെ ഒരു ഫോമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാടകാവിഷ്കാരത്തിലേക്ക് വരുമ്പം അത് ആ ഹൊറർ എന്ന് പറയുന്ന ആ എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അത് എത്രത്തോളം വെല്ലുവിളികളുള്ള ഒരു കാര്യമായിരുന്നു? ഞാൻ നാടകം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിനെ പലപ്പോഴും നാടകം കാണുന്ന കാഴ്ചക്കാരൻ ഈ നാടകം എങ്ങനെ കാണും എന്നുള്ളത് പലപ്പോഴും എന്നെ കൺസേൺ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെങ്ങനെ നാടകം കാണുന്ന ആൾക്ക് നേരിട്ട് സംവദിക്കപ്പെടും, അയാളെ ഹൊറർ ഫീൽ ചെയ്യുമോ ത്രില്ലർ ഫീൽ ചെയ്യുമോ എന്നൊന്നും ആക്ച്വലി ഞാൻ കൺസേൺ ചെയ്യാറില്ല. ഒരു നാടകം ആവശ്യപ്പെടുന്ന ഒരു ഭാഷയുണ്ട്. ആ നാടകം ആവശ്യപ്പെടുന്ന ഭാഷ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചലഞ്ച്, അതാണ് എൻ്റെ കൺസേൺ. അപ്പോൾ ഈ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ഭാഷയുണ്ട്. ഹൊറർ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ് ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരിയിൽ. അതിനകത്തൊരു ത്രില്ലർ ആണ് അതിൻ്റെ ഒരു ഘടന, ഒരു ഡിക്റ്റേറ്റീവ് സ്വഭാവമൊക്കെ അതിനുണ്ട്, കുറ്റാന്വേഷണ സ്വഭാവമുള്ള ഒരു രീതിയാണ്. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ സട്ടിലായിട്ടുള്ളൊരു പൊളിറ്റിക്സ്, പിന്നെ ഭയങ്കര പൊയറ്റിക്കൽ ആയിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള മരണത്തെയും ബന്ധങ്ങളെയും മെൻ വുമൺ റിലേഷൻഷിപ്പിനെയൊക്കെ ഫിലോസഫി ചെയ്യുന്ന ഭയങ്കര ഗംഭീരമായിട്ടുള്ള ടെക്സ്റ്റ് മെറ്റീരിയലും കൂടിയാണ് അത്. അപ്പോൾ നോക്കൂ, ഹൊറർ എന്ന് പറയുന്ന എലമെന്റ്, യു ആർ റൈറ്റ്, തിയേറ്ററിനകത്ത് വി ഡോണ്ട് റിയലി ഡീൽ വിത്ത് മച്ച് ഹൊറർ ത്രില്ലർ. കാരണം എന്താ വെച്ചാൽ കാരണം നമ്മളെപ്പോഴും ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര എലിയേറ്റഡ് ആയിട്ടുള്ള നിൽക്കുക, ഒരു സ്റ്റേജിനകത്ത് നടക്കും, നമ്മൾ ദൂരെ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഈ ഒരു ത്രില്ലറും അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഹൊററൊക്കെ ഫീൽ ചെയ്യുക. ഒരു ഇമേഴ്സീവ്നെസ് വേണം, നമ്മൾ അതിനകത്തേക്ക് എൻട്രി ചെയ്ത് പോലെ തോന്നണം നമുക്ക്. അപ്പോൾ ഈ നാടകത്തിനകത്തുള്ള പ്രധാനമായിട്ട് സംഖ്യ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വെയർ ഹൗസിലാണല്ലോ നടക്കുന്നത്. ഭയങ്കര ലാർജ് ആയിട്ടുള്ള സീനിക് സ്പേസ് ആണ്. അപ്പോൾ എനിക്ക് ആവശ്യപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓഡിയൻസും ഈ വെയർ ഹൗസിനകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് പോലെ ഒരു ഫീൽ വേണം അവർക്ക്. അല്ലാതെ ഈ നാടകം ദൂരെ നടന്നിട്ട് നമ്മൾ നോക്കി കാണുന്ന പോലെ എല്ലാവരുത്, മറിച്ച് വി ആർ സിറ്റിംഗ് ഇൻസൈഡ് ഓഫ് ദ വെയർ ഹൗസ് ആൻഡ് എക്സ്പീരിയൻസിങ് ദ ലൈഫ് ഓഫ് ഫ്രാൻസിസ് ആൻഡ് കാലിഗരി ആൻഡ് ദ സറൗണ്ടിങ്സ്. അപ്പോൾ അത് അത്രമൊരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞ പോലെ ഈ നാടകം ആവശ്യപ്പെടുന്ന ഒരു ഭാഷയാണ്. അങ്ങനെയാണ് ഇത് വരുന്നത്. നാടകത്തിൽ അലൻ എന്ന വേഷം അവതരിപ്പിച്ചു. അപ്പോൾ ഒരേ സമയം സംവിധായകരും നടനുമായിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു മാനസികമായ സംഘർഷങ്ങളും കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അതൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമോ? അതായത് എനിക്ക് തോന്നിട്ടുള്ളത് ഈ മോസ്റ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആർ ആക്ടേഴ്സ്, so they kind of they have very interesting experience of looking at many other actors. അപ്പോൾ എനിക്ക് തോന്നിട്ടുള്ളത് ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന പണി ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടുള്ള പണിയാണ്. കാരണം യു ആർ ആക്ച്വലി dealing with the various people mind, people with the various problems.
So you live with the various kinds of actors. It's almost like a healing. Into sometime you're discussing and you have to move on with this action. So നമ്മളെ തന്നെ ഈ പൊസിഷനിൽ വെക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ചലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഡയറക്ടോറിയൽ ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പരകായ പ്രവേശനം എന്ന് പറയുന്ന പോലെ ഈ ആക്ടറുടെ മോഡിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഞാനവിടെ അഭിനയിക്കുന്ന സമയത്ത് മറ്റുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ, മറ്റുള്ള ആളുകൾ അഭിനയിക്കുന്നു, അവിടെ വീഡിയോ പ്രൊജക്ഷൻ വരുന്നു, സൗണ്ട് വരുന്നു, ഒരു സാധനം പൊന്തിപ്പോകും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാങ്കേതികമുള്ള നാടകങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഇതൊക്കെ നടക്കുവോ, സമയത്ത് നടക്കുവോ, വീഡിയോ പ്രൊജക്ഷൻ വരുമോ എന്നൊന്നും എനിക്ക് ആലോചിക്കാൻ പറ്റില്ല അഭിനയിക്കുന്ന സമയത്ത്. പക്ഷെ ഇത് വളരെ ചലഞ്ചാണ്. കാരണം എൻഡ് ഓഫ് ദി ഡേ ഇസ് ഓഫ് വൺ പേഴ്സൺ. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് ഇങ്ങനെ ഈ നാടകം തുടങ്ങുന്നതിന് ഒട്ടു മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് ഐ ഹാവ് ടു ക്ലീൻ ഇറ്റ്. I have to be completely make sure myself, I make them convinced that I am not a director anymore. I am an actor in this space, and adu മാത്രമല്ല, മറ്റുള്ള സഹ നടന്മാരും they should not look at me like a director. ഇത് ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. I felt, but I quite like it, കാരണം വെച്ചാൽ ഈ നാടകം നമ്മൾ തുടങ്ങുന്ന സമയത്ത്, നാടകത്തിൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് സംവിധായകന്റെ പണി എന്ന് പറഞ്ഞാൽ you are always very anxious. We are in a very nail-biting situation. Often we sit in the booth where the control thing happen, and you sit with all anxiousness and worries, and you smoke cigarette or you almost walk around in the space, and you make sure everything take place on time, because you cannot do anything while once the show is on. Is everything with the actors and the technical team. But നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് you have this privilege of leaving these worries behind. And you can actually enter into space and become somebody else. So that's quite an enjoying process, which I enjoy actually. And I personally quite like this sort of physical engagement with theatre. Not just intellectual engagement. കാരണം ഡയറക്ടറുടെ റോൾ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ എൻഗേജ്മെന്റ് ആണ്. ആക്ടേഴ്സ് ആണ് ഫിസിക്കലി എൻഗേജ് ചെയ്യുന്ന തിയേറ്ററിൽ. കുറച്ചു മുന്നേ നമ്മുടെ നാടകങ്ങളിൽ രാഷ്ട്രീയ സന്ദേശങ്ങളുള്ള നാടകങ്ങൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്ന നാടകങ്ങൾ വളരെ കുറവാണെന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മൾ നാടകം എന്ന് പറയുന്ന മീഡിയം തന്നെ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെ പോയ പോലെ ഒരു തോന്നലുണ്ട്. എനിക്ക് മുന്നേ ഉള്ള ഒരു ജനറേഷന് വളരെ സുപരിചിതമായ ഒരു കാര്യമായിരുന്നു, ഒരുപക്ഷെ സിനിമയേക്കാൾ കൂടുതൽ സുപരിചിതമായ ഒരു കാര്യമായിരുന്നു നാടകം. എന്നാൽ ഇന്ന് എൻ്റെയൊക്കെ ഒരു ജനറേഷൻ എത്തുമ്പോൾ നമ്മൾ പഠിക്കേണ്ടി വരുന്നു, അതിനെപ്പറ്റി ഒരു പ്രത്യേകം നമ്മുടേതായ ഒരു താല്പര്യം കാണിച്ച് പഠിക്കേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു അകൽച്ച, ദൂരം വരാനുള്ളൊരു ഒരു കാരണം എന്താണെന്നാണ്? നാടകം ഒരു പ്രത്യേക സമയത്ത് ഐ അഗ്രി, നാടകം ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. അത് വളരെ ഏർലി സ്റ്റേജിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ KPSC തുടക്ക സമയത്ത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഉണ്ടായ ശേഷം ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള പോപ്പുലാരിറ്റി, അശ്വമേധം പോലുള്ള മുടിയനായ പുത്രൻ, അങ്ങനെ നാടകങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പോപ്പുലർ ഫോം ആയിട്ട് നിന്നിട്ട് നാടകം. അതിന് കാരണമൊക്കെ വന്നിട്ടുള്ളത് അതിന് കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ടുള്ള ഫോം ആയിരുന്നു നാടകം, ഈവൻ സിനിമയെക്കാളും. കാരണം അന്ന് സിനിമാ തിയേറ്ററൊന്നും എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല. 1-2 അവിടെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് പോകണം സിനിമ കാണാനായിട്ട്. അപ്പൊ തിയേറ്റർ ആണെങ്കിൽ നമ്മുടെ എല്ലാ നാട്ടിലേക്കും വരും തിയേറ്റർ. അപ്പോൾ സാധാരണ ആളുകൾക്ക് പോയിരുന്ന് കാണാം. അപ്പൊ അതിങ്ങനെ വലിയ സ്ഥലത്ത്, ഒരു ചെറിയ സ്ഥലത്ത് കളിക്കാൻ ഒരുപാട് ആളുകൾ വന്ന് കൂടിയിരുന്ന് കാണാം. അങ്ങനെ പ്രത്യേക തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല. യു ജസ്റ്റ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ ഹോം ടു വാച്ച് തിയേറ്റർ. അപ്പൊ ഈ സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ ഹോം ടു വാച്ച് തിയേറ്റർ എന്ന് പറയുന്ന സംഭവം പോയി കഴിഞ്ഞു. യു കനോട്ട് ആക്ച്വലി സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ ഹോം ആൻഡ് വാച്ച് തിയേറ്റർ എനി മോർ. കാരണം അങ്ങനെ തിയേറ്റർ നാടുകളിലേക്ക് വരുന്ന ഒരു രീതി അവസാനിച്ചു. അത് മാത്രമല്ല, പിന്നീട് ഉണ്ടായിട്ടുള്ള ഈ KPSC ഒക്കെ നാടകങ്ങളുടെ തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള ഈ പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയേറ്റർ ഒരു സമ്പ്രദായങ്ങളുണ്ടല്ലോ കേരളത്തിലെ ഇടമുണ്ടായിട്ടുള്ള, അത് നമ്മൾ പ്രൊഫഷണൽ നാടക സംഘം എന്ന് പറയുന്നവരെ അതാണ് പറയുക അവര്. അപ്പോൾ ആ പ്രൊഫഷണൽ ആയിട്ടുള്ള നാടക സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നാടകങ്ങളുടെ എല്ലാത്തിനും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു രൂപത്തിൽ അതിന് രൂപപ്പെടുകയും അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ആർട്ടിസ്റ്റിക് കൺസേണിനേക്കാളും ഉപരി അതിനെ കുറച്ച് കച്ചവട താല്പര്യങ്ങൾ അതിനകത്ത് വരികയും, അപ്പോൾ നമ്മൾ TV സീരിയലൊക്കെ കാണുന്ന പോലെയുള്ള മെലോ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സംഗതിയായി തീർന്നു പോവുകയും, പ്രത്യേകിച്ച് സോഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ പ്രോബ്ലം ഡീൽ ചെയ്യാത്തതായതോടുകൂടിയിട്ട് സ്വാഭാവികമായിട്ട് അതിന് ഗൗരവമായിട്ടുള്ളൊരു എന്റർടൈൻമെന്റ് ഫോം അല്ലാതായി തീരുകയുണ്ടായി എനിക്ക് തോന്നിട്ടുള്ളത്. ആ സമയത്ത് തന്നെ അമേച്ചറായിട്ടുള്ള നാടക സംഘങ്ങൾ, സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂർ, അതുപോലെ കാവാലം നാരായണ പണിക്കർ തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ ധീരേന്ദ്രപ്രസാദ് കോട്ടയം ഭാഗത്തൊക്കെ ആയിട്ട്, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ അമേച്ചർ നാടക പ്രവർത്തനങ്ങൾക്കെല്ലാം കുറച്ചൊരു അബ്സ്ട്രാക്റ്റ് സ്വഭാവം ഉണ്ടായിരുന്നു.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് അങ്ങനെ എളുപ്പത്തിൽ സാധാരണ ആളുകൾക്ക് എടുക്കാവുന്ന ഒരു സംഗതി ആയിരുന്നില്ല. കാരണം അത് അവരൊക്കെ അത് മേക്ക് ചെയ്തിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ, അതൊരു പരീക്ഷണ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് ഇതങ്ങനെ കുറച്ച് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അത് സംഭവിച്ചപ്പോൾ ഈ നാടകത്തിന്റെ ഭാഷാപരമായിട്ട് ഉണ്ടായിട്ടുള്ള ഈ മാറ്റം, ജി ശങ്കരപ്പിള്ള സാറൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നാടകത്തിന്റെ ഭാഷാപരമായിട്ടുള്ള കുറച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ. അപ്പൊ ഇത് ആവാനെന്താണ് ഒരു ഫൈൻ എക്സാമ്പിൾ. കാരണം നാടകത്തിലെ ഭാഷാപരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് പണിക്കര് സാറ്. അപ്പൊ അതൊക്കെ വന്ന സമയത്ത് അതിനെ നമ്മൾ ഈ കാണുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് കാണുന്ന കാഴ്ചക്കാരൻ ഈ ഈ ഈ ഉയർച്ച ഉണ്ടായില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് നാടകത്തിലുണ്ടായിട്ടുള്ള സംഗതി കേട്ടോ. ചിത്രകലയിലോ ശില്പകലയിലോ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അവിടെയും ഈ കാഴ്ച കാണാനുള്ള ശീലം ആൾക്ക് ഉണ്ടായിട്ടില്ല. നമുക്കൊരിക്കലും ഒരു 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 ഗാലറിയിൽ പോയിട്ട് ഒരു വർക്ക് ഓഫ് ആർട്ട് കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു നിലയുണ്ടല്ലോ, ഒരു ഇന്റലക്ച്വൽ ലെവൽ എന്ന് പറയുന്നത്, ആ കൾച്ചർ, അതിലേക്ക് നമ്മൾ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ കൊച്ചിൻ ബിനാലെയൊക്കെയാണ് അതുകൊണ്ടാണ് ബിനാലെക്ക് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഈവന്റ് ഇൻ ദ കൾച്ചറൽ കലണ്ടർ. കാരണം നമ്മളൊരു കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വല്ലാതെ മാറ്റിമറിച്ച് കളഞ്ഞു. നമ്മളൊക്കെ അവിടേക്ക് പോകുമ്പോൾ ഈ വലിയ വാനൊക്കെ വിളിച്ചിട്ട് ആളുകൾ ദൂരെ നിന്നൊക്കെ ഇരിങ്ങാലക്കുടയെന്നും കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ അങ്ങനെ വരികയും ഇത് പെട്ടെന്ന് ആളുകൾ ഈ ആർട്ട് വളരെ ഗൗരവമായിട്ടുള്ള സംഗതിയാണെന്നും വി മസ്റ്റ് മേ ബി സ്പെൻഡ് സം ടൈം വിത്ത് ആർട്ട് എന്ന് പറയുന്നതൊക്കെ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വിറ്റ് ഫോക്ക് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ തൃശ്ശൂർ ഉണ്ടായിരുന്ന വിറ്റ് ഫോക്ക്, പിന്നെ പല തരത്തിലുണ്ടായിട്ടുള്ള നാടക പ്രവർത്തനങ്ങൾ. ഇപ്പൊ എൻ്റെ ജനറൽ ആയിട്ടുള്ള നാടകക്കാര് നമ്മൾ പുറത്തു പോയി പഠിക്കുകയും തിരിച്ചു വരികയും, ഞാൻ അല്ലെങ്കിൽ ജ്യോതിഷ് എംജി, ശങ്കർ വെങ്കടേശ്വരൻ, ഇങ്ങനെ നമ്മളൊക്കെ പുറത്തു പോയി പഠിക്കുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമ്മളൊരു ഓഡിയൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ തരത്തില് ആണ് ഒരു പുതിയൊരു തിരിച്ചുവരവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പറയാൻ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യം, നോക്കൂ, കേരളത്തിലുള്ള ആളുകളിൽ അവർക്ക് സാഹിത്യത്തോടാണ് കൂടുതലായിട്ട് ആളുകൾക്ക് ഈ റീഡബിലിറ്റി ഉള്ളത്. അത് വളരെ മുമ്പേതുള്ളത് തന്നെയാണ്. ഐ തിങ്ക് നല്ല തിയേറ്ററും ലിറ്റററി വർക്കായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് തിയേറ്റർ ഈസ് ആക്ച്വലി ബിക്കം സംതിങ് എൽസ്, ഇറ്റ്സ് ബിക്കം ഫിസിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കുകൊണ്ട് ഇപ്പോ ആ തിയേറ്ററിനകത്ത് നല്ലൊരു മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാറ്റത്തിന്റെ കാര്യം അത് നിന്ന് തുടങ്ങാം. കാരണം തിയേറ്ററുകളിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ കുറച്ചും കൂടെ എക്സ്പെരിമെന്റൽ സാധനങ്ങൾ വന്നിരുന്നു. കേരളത്തിന് എനിക്കൊന്ന് ചേട്ടൻ്റെ ജനറേഷനിൽ വളരെ കുറച്ച് പേരിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന തരത്തിൽ എല്ലാ എസ്തെറ്റിക്സിന്റെ നമ്മുടെ സെൻസസിന്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാടകത്തെ ആസ്വദിക്കുന്ന ഒരു ഫോമിലേക്കാണ്. കസാക്കിന്റെ ഒക്കെ മണം മുതൽ കേൾവി മുതൽ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ നാടിനെ അനുഭവിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് സാധനം വന്നപ്പം തീർച്ചയായും റെസിസ്റ്റൻസ് ഉണ്ടായിട്ട് ഇരുന്നിരിക്കും. കാരണം ഈ പാരമ്പര്യം അതിനെ എങ്ങനെ ഫേസ് ചെയ്തു. ഇപ്പോ കേരളത്തിലെ നാടകാസ്വാദനത്തിൽ വന്ന ഒരു മാറ്റം ചേട്ടൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം വിത്ത് യുവർ പെർഫോമൻസ്, ഫൈനൽ കോഡ് ആയാലും ദി അജണ്ട ആയാലും അതിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് അപ്പൊ എങ്ങനെ തോന്നുന്നു, അതെങ്ങനെ കാണുന്നു ആ മാറ്റം? നമ്മള് മാറ്റം എപ്പോഴും ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു ആക്സെപ്റ്റ് എനി ചേഞ്ച്. കലക്കകത്ത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നാടകത്തിനകത്താണെങ്കിൽ നമ്മൾ ഈ ഖസാക്ക് ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് ഒരു പക്ഷെ ഖസാക്ക് വാസ് ഡിഫറെന്റ് ആസ് എൻ എക്സ്പീരിയൻസ് ഫോർ മീ. കാരണം ഒന്ന്, ഖസാക്ക് വാസ് ആക്സെപ്റ്റഡ് ക്വിറ്റ് വെൽ, എക്സ്ട്രീംലി വെൽ. നോക്കൂ, ഖസാക്ക് വാസ് എ സെക്രട്ട് ലാൻഡ്. You cannot go there to touch it. You're going to touch a holy text. അപ്പൊ ഈ ഹോളി ടെക്സ്റ്റ് നമ്മൾ അതിനെ തൊടുകയും അത് അപ്പോ everybody would say what is it about, how can you do that? അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഒരു പക്ഷേ സിനിമയെ ആരും അത് മുതിരാതിരിക്കുകയും അത് ചെയ്തവരൊക്കെ പിന്നോട്ട് പോവുകയും ഉണ്ടായിട്ടുള്ള കാരണം ഉണ്ടായിരിക്കാം. പക്ഷെ അത് ചെയ്യുകയും റിയലി ആക്സെപ്റ്റഡ് വെൽ, അപ്രീഷിയേറ്റ് വെരി വെൽ. അത് പലതരത്തിലുള്ള തുറയിലുള്ള ആള് അത് നമുക്ക് ഒരു വല്ലാത്ത ഊർജ്ജം തന്നിട്ടുണ്ട് നാടകത്തിനകത്ത്. അതായത് ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു ഫോം, വളരെ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഡ്രമാറ്റിക് എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചർ അതിനകത്തുണ്ട്. ലോങ് പ്ലേ, 3 hours 20 minutes, നോ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ. അപ്പൊ അങ്ങനെയുള്ള നാടകം ആൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്. ദേ ആർ റെഡി ടു വില്ലിംഗ് ടു പേ ഫോർ ഇറ്റ്. ദേ ആർ റെഡി ടു ആക്സെപ്റ്റ്, ദേ ആർ റെഡി ടു സീ ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് ദയർ ലൈഫ്, പാർട്ട് ഓഫ് ദയർ കൾച്ചർ. അവിടെയാണ് ആക്ച്വലി നമ്മൾ തിയേറ്റർ വിജയിക്കുന്നത്. അതായത് എപ്പോഴാണ് കാഴ്ചക്കാരൻ, ഓഡിയൻ, നല്ല നാട്ടുകാർ അവരുടെ ലൈഫിന്റെയോ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കലയെ കാണുന്ന ഇടത്താണ് കല ചെയ്യുന്ന ആളുകളുടെ എക്സിസ്റ്റൻസ്.
Otherwise, we don't exist. We exist in our own world. We don't exist in society. You know, സൊസൈറ്റിക്കകത്ത് കലാകാരൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ സൊസൈറ്റി നമ്മളെ വളരെ മീനിങ് ആയിട്ട് നമ്മുടെ വർക്കിനെ അതിനെ നോക്കിക്കാണുമ്പോഴാണ് നമ്മൾ എക്സിസ്റ്റൻസ് ആക്ച്വലി നിലനിൽക്കുന്നത് ഉണ്ടാവുന്നത്. UK പോയാണ് നാടകം പഠിച്ചതും നാടകത്തിൻ്റെ അക്കാദമിക്കൽ തലം. അപ്പോൾ UK തിയേറ്റർ എന്ന് പറയുന്ന കൾച്ചറൽ ഡിഫറൻസസിന് ഉപരിയായിട്ട് രണ്ട് സ്ഥലങ്ങളിലുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയാലും നമുക്കുള്ള വ്യത്യാസങ്ങൾ, കുറവുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കുള്ള മേന്മകൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ തോന്നിയിട്ടുണ്ടോ? There's no infrastructure. It's a non-existent. We don't have no infrastructure, you know, in theatre. What we have is, we have 1 or 2, 3 proscenium theatre buildings which has been built long time back, almost 50 വർഷങ്ങൾക്ക് മുമ്പ് പണിത് വെച്ചിട്ടുള്ള ചില തിയേറ്റർ, ഇപ്പോൾ റീജിയണൽ തിയേറ്റർ തൃശ്ശൂരിലുള്ളത്, അതുപോലെ ടാഗോർ തിയേറ്റർ ട്രിവാൻഡ്രത്ത്, അതുപോലെ ഒരു ടാഗോർ ഫൈൻ ആർട്ട് ഹാള് കോഴിക്കോട്, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന 2 3 അല്ല കൊല്ലത്തൊരു തിയേറ്റർ ഉണ്ട്, സോപാനം. ഇതൊക്കെ വളരെ മുമ്പ് പണിത് കഴിഞ്ഞിട്ടുള്ള തിയേറ്ററുകളാണ്. അല്ലാതെ അതിന് ശേഷം യാതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടില്ല തിയേറ്ററിനകത്ത്. അത് ഗവൺമെന്റോ ഏതെങ്കിലും ഒരു മറ്റ് പ്രൈവറ്റ് ഇങ്ങനെ സാംസ്കാരിക സ്ഥാപനങ്ങളോ ഒന്നും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ തിയേറ്റർ മേക്കിംഗ് ശീലമൊക്കെ ഈ നിലനിൽക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേലെ ഉള്ളിൽ പെട്ട് കോംപ്ലക്സ് ഞെരിഞ്ഞമർന്ന് ഇല്ലാതായി പോയിട്ടുള്ളത് കാരണം ഈ പ്രത്യേകിച്ചും ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലം ആണ്. കാരണം നമുക്കൊരു നാടകത്തെ തൃശ്ശൂർ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ആലോചിക്കുക? റീജിയണൽ തിയേറ്റർ, അപ്പൊ അതിന്റെ വലുപ്പത്തിൽ 30 അടി 25 അടി വീതി നീളം എന്നൊക്കെ ആലോചിക്കും നമ്മൾ. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മുടെ ചിന്ത തന്നെ ആലോചിക്കുക. അപ്പൊ നമ്മൾ ഈ ചെറിയ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇതാണ് പ്രോബ്ലം ബേസിക്കലി. അപ്പോൾ ആ പ്രോബ്ലത്തിന് മറികടക്കണമെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് സംഗതി. അപ്പൊ നമുക്ക് there is no point of view comparing with West and a third world country like ours. We don't have such a cultural policy. They don't know who make theatre in here. I mean, they don't know who make art. That's what I think. It doesn't matter who is there in Trivandrum. They don't have it in such a policy. അവരുടെ പോളിസി എന്ന് പറയുന്നത് നമുക്ക് സംഗീത നാടക അക്കാദമി, സാഹിത്യ അക്കാദമി, ചലച്ചിത്ര അക്കാദമി, ഇവരാണുള്ള പോളിസിയിൽ അത് ഇടപെടുന്നത് കലയ്ക്കകത്ത്. ഇവരുടെയൊക്കെ ഇടപെടൽ എന്ന് പറഞ്ഞെങ്കിൽ വളരെ പരിമിതമായിട്ട് ഇടപെടലുകളാണ്. ഇപ്പൊ കൃതി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ സാഹിത്യ സംഗീത അക്കാദമി ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ ഇറ്റ് ഫോക്ക്, അല്ലെങ്കിൽ IFFK, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇടപെടലാണുള്ളത്. എനിക്ക് തോന്നുന്നു പക്ഷെ ആ ഇടപെടലൊക്കെ ഒരു വർഷാന്ത്യം നടത്തുന്ന ഒരു പരിപാടിയാണല്ലോ. തുടർച്ചയായിട്ട് സമൂഹത്തിന് ഒരു കലാപരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിന് എങ്ങനെ സ്റ്റേറ്റ് ഇടപെടണം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ പോളിസി രൂപപ്പെടേണ്ടതുണ്ട് നമുക്ക്. ഇപ്പൊ നോക്കൂ, വെസ്റ്റിലൊക്കെ ലണ്ടനെ കുറിച്ച് പറഞ്ഞല്ലോ, എങ്ങനെ ലണ്ടനിൽ തിയേറ്റർ നിൽക്കുന്ന വെച്ചിട്ടാണ് ഈ ലണ്ടനിലൊക്കെ അല്ലെങ്കിൽ UK ബ്രിട്ടീഷ് കൗൺസിൽ അല്ലെങ്കിൽ അവരുടെ ആർട്സ് കൗൺസിൽ ദേ ഹാവ് എ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ആർട്ട്. നോക്കൂ, ആർട്സ് കൗൺസിലൊക്കെ അവിടെ ലോട്ടറി മണിയുടെ ഏതാണ്ട് 60-70% ഓഫ് ദ പണം പോകുന്നത് ആർട്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വൈ ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ആർട്ട്? Because they know that investing in art is very important to build a society. ഇപ്പോൾ നോക്കൂ, if you have a society that well read, have seen, versed with good theatre and art, meaning that you have a civilized civil society. A civil society, you don't have to invest so much of policemen to stopping people to protesting against Shabrimala, because they won't be restricted to do the first place, because already civil. Not a barbarian society. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, we need a cultural policy. We need a place where people can actually have a civil understanding. അപ്പൊ അവിടെയാണ് ഗവൺമെന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. Unless until government realize this fact, it will happen. Most of third world has this same problem. They never understand art has lot to do in the society. ഈ പുതിയതായിട്ട് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്ന നാടകങ്ങൾ, മുന്നിലുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഓൾറെഡി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറ പ്രോജക്റ്റ് ആണ് ഞാൻ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സിഡ്നിയിലാണ്, ഓസ്ട്രേലിയയിൽ. അത് പ്രൊഫസർ അനുരാധ കപൂറും ഞാനും കോ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറ പ്രോജക്റ്റ്. അത് പേര് ഡോട്ടേഴ്സ് എന്നാണ്. അത് ജെൻഡർ വയലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആണ്. അബൌട്ട് 49 സ്ത്രീകൾ അതിനകത്ത് അഭിനയിക്കുന്ന, ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലൻഡ് എന്നൊക്കെ അഭിനയിക്കുന്ന ഒരു മ്യൂസിക്കൽ ഓപ്പറയാണത്. അതാണ് ഒരു പ്രോജക്റ്റ്. ഇറ്റ്സ് എ വെരി ലാർജ് പ്രോജക്റ്റ്. അത് 2019 നമ്മൾ ഓപ്പൺ ചെയ്യാൻ ആലോചിക്കുന്നത്. അത് ആദ്യം ഓസ്ട്രേലിയയിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഒരു ഏഷ്യൻ ടൂർ ഉണ്ടാവും. പിന്നെ അത് അല്ലാതെ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളൊരു ഷേക്സ്പിയറുടെ ഒഥല്ലോ
എന്നുള്ള ടെക്സ്റ്റ് അത് നമ്മൾ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അതും ഒരു കൊളാബറേറ്റീവ് പ്രോജക്റ്റാണ്. അതിനകത്ത് ഈ അതൊരു ഇൻഡോ ആഫ്രിക്കൻ യൂറോപ്യൻ കൊളാബറേറ്റീവ് പ്രോജക്റ്റാണ്. അത് സൗത്ത് ആഫ്രിക്കൻ റൈറ്ററായിട്ടുള്ള ആരിസിറ്റാസ്, ഒരു ഫിലോസഫറും റൈറ്ററായിട്ടുള്ള ആരിസിറ്റാസ് ആണ് അത് എഴുതുന്നത്. അത് സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു മൂറ്, ഒഥല്ലോ, ഒരു ആഫ്രിക്കൻ മൂറ് അവിടെ സൈപ്രസിൽ ഡിഫെൻഡ് ചെയ്തുള്ള ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ അയാളുടെ പേരിൽ അവിടെ ഒരു കാസിലുണ്ട്. ആ കാസിൽ ഒഥല്ലോ കാസിൽ എന്നറിയപ്പെടുന്നത്. ആ കാസിലിനെ ആ മൂറിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഷേക്സ്പിയർ ഒഥല്ലോ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഒഥല്ലോ വായിക്കുന്ന സമയത്ത് അങ്ങനെയാണ് സൈപ്രസും ആ ഫോർട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ ആ കാസിൽ ഇത് യുനെസ്കോയുടെ സൈറ്റാണ് ആക്ച്വലി. അപ്പോൾ ആ കാസിലിനെ സ്പേസ് ആക്കിയിട്ടാണ് നമ്മൾ ഒഥല്ലോ ആലോചിക്കുന്നത്. അനുരാധ കപൂർ, again another, he was a former director of NST. We do a lot of work these days. We also teach together at the same university. Sumangala Damodaran, who is an economist, but also she is known as a musician. She is also from Kerala. അപ്പോൾ സുമംഗള ദാമോദരനും ഇന്ത്യയിൽ നിന്നുണ്ട്. ഞങ്ങൾ 3 പേര് ഇവിടുന്ന് ഇന്ത്യൻ കൊളാബറേറ്റ്സ് ഉണ്ട്. പിന്നെ ആരിസിറ്റാസ്, പിന്നെ 2 more people, one from Europe and from Cyprus ഉണ്ട്. അതാണ് വരാൻ പോകുന്ന മറ്റൊരു പ്രോജക്റ്റ്. പിന്നെ അതർ തിങ്സ് ആർ ഹാപ്പനിങ്, കാരണം ഞാൻ ഫുൾ ടൈം അക്കാഡമിക് ആഫ്റ്റർ ഓൾ ആൻഡ് ഫുൾ ടൈം ഹസ്ബൻഡ് ആസ് വെൽ. പക്ഷെ എനിക്ക് എൻ്റെ ആഗ്രഹം ബേസിക്കലി ഗസാക്ക് പോലെ ഒരു പ്രൊഡക്ഷൻ മലയാളത്തിൽ ടെക്സ്റ്റ് ഉപയോഗിച്ച് ചെയ്യണമെന്നൊരു ആഗ്രഹം. അത് സാറാ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ എന്നൊരു പുസ്തകം I have always thought I should make something with that. I kind of quite liked it, that text. പിന്നെ പ്രത്യേകിച്ച് അതൊരു തൃശ്ശൂരിൻ്റെ ഒരു ചരിത്രം പോലെയാണ്, അപ്പോൾ I belongs to Thrissur, so I can understand where is it coming from, അലാഹ. അപ്പോൾ എനിക്ക് I would like to work on that one point of time. I will talk to Sarah teacher when it time comes, and I would like to do that. I don't know when I will do it. പിന്നെ there are some other things I'll open at some point of time. These are the kind of things I do, yeah. എവിടെ വെച്ചോ മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ നാടകത്തിന്റെ പ്രതാപകാലത്തെ തിരിച്ചു കൊണ്ടുവരാൻ ദീപൻ ശിവരാമനും അദ്ദേഹത്തിന്റെ സമകാലീനർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്